ഇപ്പോൾ എന്താണ് അവിടെ നടക്കുന്നത്? നമുക്ക് അതിനുള്ളിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ചോദ്യം ചെയ്യൽ കൃത്യം 10:30 ആരംഭിക്കുമെന്നതാണോ? അനുജ, നിലവിൽ ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനിൽ SHOയുടെ മുറിയിലാണ് അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നത്. കൃത്യമായി എഴുതി തയ്യാറാക്കിയ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലാണ് നടനെ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ തന്നെ ചോദ്യം ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ ഡാൻസ് ഓഫിന്റെ പരിശോധനയ്ക്കിടെ എന്തിന് ഇത്ര ധൃതിയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒന്നും മറക്കാനില്ലായിരുന്നെങ്കിൽ എന്തിന് ഓടുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഷൈൻ അയാളുടെ അടുത്ത സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അടക്കം പറഞ്ഞത് തന്നെ ആക്രമിക്കാൻ വന്നത് ഗുണ്ടകളാണെന്ന് കരുതിയിരുന്നു. സിനിമാ മേഖലയിൽ തന്നെ തനിക്ക് ശത്രുക്കളുണ്ട്, പക്ഷേ അതാരാണ് എന്നുള്ളതിൽ വ്യക്തതയില്ല. ഇതിൽ പേടിച്ചാണ് ഓടിയത് എന്നുള്ളൊരു നിലപാട് അഭിഭാഷകൻ മുഖേന ഷൈൻ ഇന്ന് പോലീസിനെ അറിയിക്കുമെന്നുള്ളതാണ് അയാൾ ആ സുഹൃത്തുക്കളോട് ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും പോലീസിന് ഷൈനുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ അറിയാനുണ്ട്. ആ സമയത്ത് ഷൈൻ അവിടെ റൂമെടുത്ത ശേഷം ഷൈൻ്റെ മറ്റൊരു സുഹൃത്തിനും അതേ നിലയിൽ തന്നെ റൂമെടുക്കുകയും ഇവരെ രണ്ടുപേരെയും കാണാൻ മറ്റൊരാൾ വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തതകളൊക്കെ ഇന്നത്തെ ചോദ്യം ചെയ്യലിലാകും പോലീസ് രേഖപ്പെടുത്തുക. ഏതായാലും ഈ ചോദ്യം ചെയ്യലിൽ തൃപ്തികരമല്ല എങ്കിൽ ഷൈനെ നോട്ടീസ് നൽകി മറ്റൊരു ദിവസം ഹാജരാകാൻ ആവശ്യപ്പെടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. ഏതായാലും ഷൈൻ ഇന്ന് നൽകുന്ന ഉത്തരങ്ങൾ അത് ഈ കേസിന്റെ ഇപ്പോൾ നിലവിലൊരു കേസ് ആയിട്ടില്ല എങ്കിൽ പോലും നിലവിൽ അന്വേഷണത്തിന് മുന്നോട്ടുള്ള ഗതിവിഗതികളെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഷൈനെ ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുകയും അത് വീഡിയോ റെക്കോർഡിംഗിൽ പകർത്തുകയും ചെയ്യുന്നത്. ഒരു കാര്യം പറഞ്ഞ് അത് പിന്നീട് പ്രതി മാറ്റി ഈ കേസിൽ ആരോപണ വിധേയൻ മാറ്റി പറയാൻ ഇടയാക്കരുത് എന്നുള്ളത് പോലീസിനും നിർബന്ധമുണ്ട്. വളരെ കൃത്യമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഷൈൻ്റെ നേരത്തെ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഷൈൻ ലഹരി ഉപയോഗിച്ചിരുന്നോ എന്നതറിയാനായിട്ട് രാസപരിശോധന ഉൾപ്പെടെ നടത്താൻ സാമ്പിളുകൾ ശേഖരിക്കാൻ പോലീസ് ഒരുപക്ഷെ തീരുമാനിക്കാം. ഷൈൻ്റെ ഫോൺ പിടിച്ചെടുക്കാനായിട്ട് ഫോൺ രേഖകൾ പിടിച്ചെടുക്കാനായിട്ട് ഫോൺ പരിശോധനയ്ക്ക് വേണ്ടി പിടിച്ചെടുക്കാൻ തീരുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ നോട്ടീസ് നൽകിയ ശേഷമായിരിക്കും ഈ ഫോൺ പിടിച്ചെടുക്കുക. ഏതായാലും പോലീസ് ആദ്യഘട്ടത്തിൽ ഇപ്പോൾ ശ്രമിക്കുന്നത് ഷൈനുമായി സംസാരിക്കാനും തയ്യാറാക്കിയ ചോദ്യങ്ങളിൽ കൃത്യമായ മറുപടികൾ നേടാനുമാണ്. ആ ചോദ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതനുസരിച്ചാകും എത്ര നേരം ഈ ചോദ്യം ചെയ്യൽ നീണ്ടുപോകും എന്നതുപോലും വ്യക്തമാകുക. ഏതായാലും അഭിഭാഷകനും പിതാവിനുമൊപ്പം സ്റ്റേഷനിലേക്ക് എത്തിയ ഷൈൻ മാധ്യമങ്ങളോട് ഒന്നും പറയാൻ തയ്യാറായില്ല. എന്തിന് ഇറങ്ങി ഓടി എന്നുള്ള ചോദ്യത്തിന് പോലും തല കുനിച്ചുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് ഷൈൻ ടോം ചാക്കോ ചെയ്തത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിർണായകമായ ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നത്. ഷൈൻ ഇതിൽ ആശ്വസിക്കാൻ ഒരു ഘടകം മാത്രമേ ഉള്ളൂ, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല, ഷൈൻ ഈ കേസിൽ പ്രതിയല്ല എന്നുള്ളത്. പക്ഷേ അപ്പോഴും അയാൾ പറയുന്ന ഉത്തരങ്ങൾ പിന്നീട് അയാളെ കൊടുക്കുമോ എന്നുള്ള കാര്യം ഇന്നത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമാകും നമുക്ക് വ്യക്തമാകുക. ശ്യാം, ഇതിൽ ഷൈൻ ടോം ചാക്കോ കഴിഞ്ഞ നാളുകളിലൊക്കെ താമസിച്ചിട്ടുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് അതിന്റെ വിശദാംശങ്ങൾ പോലീസ് പരിശോധിച്ചിട്ടുണ്ട്. കൂടാതെ ഫോൺ വിശദാംശങ്ങൾ, കോൾ വിശദാംശങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആരുമൊക്കെയായുള്ള ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നതിലേക്കൊക്കെ പോലീസിന്റെ അന്വേഷണം പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെ വിശദമായി തന്നെ ഷൈൻ ടോം ചാക്കോയുടെ ലഹരി ഇടപാടിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ലഹരി ഇടപാട് സ്ഥിരീകരിക്കാൻ പോലീസിനുമായിട്ടില്ല. പോലീസ് ഇപ്പോൾ ഈ കേസിൽ ഷൈൻ ടോം ചാക്കോയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നേരത്തെ ഉണ്ടായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലും ഷൈൻ ടോം ചാക്കോ പോലീസ് എത്തിയെന്നറിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് എന്തിനാ എന്നതിൽ വ്യക്തത വരുത്തുന്നതിനും വേണ്ടിയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചത്. അതിലാണ് 6 CCTV ദൃശ്യങ്ങൾ, ഷൈൻ്റെ ഫോൺ വിവരങ്ങൾ, ഫോൺ കോളിന്റെ വിവരങ്ങൾ എന്നിവ ശേഖരിക്കുകയും അത് ചോദിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യലിൽ തൃപ്തികരമല്ല എങ്കിലാണ് നേരത്തെ പറഞ്ഞ പോലെ നോട്ടീസ് നൽകിയ ശേഷം ഷൈൻ്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുക. സ്വാഭാവികമായിട്ടും അതെല്ലാം ഇന്ന് ഷൈൻ ഇന്ന് മറുപടി നൽകും എന്നുള്ളതാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെയും ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട പല സ്ഥലങ്ങളിലും പോലീസിന്റെ നിരീക്ഷണത്തിൽ ഷൈൻ്റെ പേര് ഉയർന്നു വന്നിരുന്നു. ആ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ആരൊക്കെ ഷൈൻ്റെ ഒപ്പം ഇത്തരത്തിലുള്ള ഇടപാടുകൾക്ക് നിന്നിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങൾ, നേരത്തെ ഒരു നടി നൽകിയ പരാതിയിൽ ഷൈൻ്റെ പേര് വന്ന സാഹചര്യം, ഇതെല്ലാം പോലീസ് വിശദമായി ചോദിച്ചറിയും. അതെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്യും. കോടതിയുടെ മുന്നിൽ എത്തുന്ന ഒരു റിപ്പോർട്ട് ആയതിനാൽ സ്വാഭാവികമായും പോലീസിന് ഈ കേസിൽ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഷൈൻ ഇന്ന് നൽകുന്ന മറുപടികളെല്ലാം ഈ കേസിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയാണെങ്കിൽ, അതിൽ ഷൈൻ്റെ പേര് വരികയാണെങ്കിൽ പിന്നീട് അത് ഷൈന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് അഭിഭാഷകന്റെ സാന്നിധ്യവും പിതാവിന്റെ സാന്നിധ്യത്തോടെയും ഷൈൻ ഇവിടെ എത്തിയിരിക്കുന്നത്. ഏതായാലും ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ വിവരങ്ങൾ പോലീസ് ചിത്രീകരിക്കുന്നതും ഷൈൻ പിന്നീട് ഇത് മാറ്റി പറയാതിരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും 32 ചോദ്യങ്ങൾ ഷൈൻ നേരിടുമ്പോൾ അതിൽ ഷൈൻ എങ്ങനെ മറുപടി പറയുന്നു എന്നതനുസരിച്ചിരിക്കും ഇന്നത്തെ ചോദ്യം ചെയ്യൽ എത്ര നേരം മുന്നോട്ട് പോകുമെന്നുള്ളത്
നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും ഒരു ചോദ്യങ്ങളോട് മറുപടി പറയാതെ തല കുനിച്ചുകൊണ്ട്, അന്ന് പോലീസിനെ കണ്ടപ്പോൾ സ്റ്റെപ്പ് വഴി ചാടി ഓടി രക്ഷപ്പെടുകയായിരുന്നുവെങ്കിൽ ഇന്ന് തല കുനിച്ചുകൊണ്ട് സ്റ്റേഷനിലേക്ക് നടന്നു കയറി വരുന്ന ഒരു ഷൈനെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ പോലീസിനെയും മാധ്യമങ്ങളെയും ഒക്കെ കളിയാക്കി പോസ്റ്റുകൾ ഇട്ട് ആഹ്ലാദിച്ചുകൊണ്ടിരുന്ന ഷൈൻ അല്ല ഇന്ന് വന്നത്. തൊപ്പി വെച്ച ഒരു കാറിൽ വന്ന് ഇറങ്ങിയ ശേഷം തൊപ്പി മാറ്റിക്കൊണ്ട് തല കുനിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്ന ഒരു ഷൈനെയാണ് ഇന്നിവിടെ കാണാൻ സാധിച്ചത്. ഏതായാലും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അസിസ്റ്റന്റ് കമ്മീഷണർ ജയകുമാറിന്റെയും എറണാകുളം നോർത്ത് CI ജിജിന്റെയും ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഷൈനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മൊഴികൾ ഏതായാലും നിർണായകമാണ്. ഇന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട ഷൈൻ എന്തിനോടി, ഓടുന്ന സമയത്ത് ഏതെങ്കിലും ലഹരി വസ്തുക്കൾ ഉണ്ടായിരുന്നോ, ഷൈനെ കാണാൻ വന്നവർക്ക് എന്ത് ഇടപാടാണ് ഷൈനുമായി ഉണ്ടായിരുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങളും ഡാൻസ് ഓഫ് സംഘം വന്ന് വാതിൽ മുട്ടിയപ്പോൾ ആ വിവരം ആരാണ് ഷൈനെ അറിയിച്ചത്, അത് ആ ഹോട്ടലിലെ ജീവനക്കാർ വിളിച്ചു പറഞ്ഞതാണോ, പോലീസ് വന്നു എന്നുള്ള വിവരം, അങ്ങനെയുള്ള നിരവധി വിവരങ്ങൾ പോലീസിന് തേടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ ഷൈൻ നൽകുന്ന ഓരോ വിവരങ്ങളും ഇത് ഒരു FIR ആകുകയാണെങ്കിൽ, ഒരു കേസായി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഷൈന് നിർണായകമാകുന്ന ചോദ്യം ചെയ്യൽ തന്നെയാണ് ഈ മണിക്കൂറുകളിൽ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അഭിഭാഷകന്റെ സാന്നിധ്യം ഷൈൻ ആഗ്രഹിക്കുന്നതും ഇത്തരം ചോദ്യങ്ങളിൽ ഒരുപക്ഷെ സഹായത്തിന് വേണ്ടിയായിരിക്കാം. ഏതായാലും പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.